പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 13 പള്ളിക്കൂദാശ കാലം 2-ാം ബുധൻ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയും, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 12 വരെയും. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. എന്തൊക്കെയോ ആയിത്തീരാനുള്ള, നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണല്ലോ ആധുനിക മനുഷ്യൻ. അവനോടൊപ്പം ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് ക്രൈസ്തവനും തോന്നിപ്പോകും ചിലപ്പോഴെങ്കിലും അവൻ്റെ ജീവിത ശൈലികളും മുൻഗണനാ ക്രമങ്ങളും കണ്ടാൽ. എന്നാൽ ഈ ചിന്തയ്ക്കുമേൽ ഒരു വീണ്ടു വിചാരം ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ 2 വായനകളും. എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പക്ഷേ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നാം ഇപ്പോൾ തന്നെ സകല ആത്മീയ വരങ്ങളാലും അലങ്കരിക്കപ്പെട്ടവരാണ് എന്നതാണ്. ഇനിയും വാരിക്കൂട്ടാനും വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ട് നിർത്തി നമ്മുടെ നിലയും വിലയും എന്തെന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിലുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പും നിയോഗവും വ്യക്തമായി തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നാം ലോകവ്യഗ്രതകളിൽ പെടുന്നത്. നാം സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കണമെന്നും ദത്തുപുത്രരായി മാറണം എന്നുമൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അവിടുന്ന് കുരിശിലേറി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷയുടെ കാരണമായി മാറിയത്. കൃപയുടെ വലിയ ദാനം സ്വീകരിച്ച നാം ഇനി ലോകം, പിശാച്, ശരീരം എന്നിവയുടെ മോഹങ്ങൾക്ക് പുറകെ പോകാനുള്ളവരല്ല. പകരം അവന്റെ സ്തുതിക്കും മഹത്വത്തിനും വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ളവരാണ്. ഞാൻ ശത്രുവും പാപിയും ബലഹീനനുമായിരിക്കെ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടിയുള്ള ജീവിതം. ഈ ജീവിതം സാധ്യമാകണമെങ്കിൽ നാമും ഇന്നത്തെ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് പരിപൂർണമായും വിധേയപ്പെടണം. അവിടുത്തെ വെളിപ്പെടുത്തലുകൾക്ക് ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ സാധ്യമാകണം. ദൈവപിതാവിന് പരിപൂർണമായും വിധേയപ്പെട്ടവന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ട പരിശുദ്ധ അമ്മയെ പോലെ രക്ഷകന് ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കാൻ, ജന്മം നൽകാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.